കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും CSI ചെന്നൈ മലയാളം കോൺഗ്രിഗേഷൻ്റെ ഈ പ്രഭാത ആരാധനയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിൽ ഈ ഓൺലൈൻ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ആത്മാവാകുന്നു. അവിടത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. അതികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങേയ്ക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ ആ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ സ്നേഹത്തിലും അങ്ങയുടെ കൃപയിലും അടിയങ്ങളെ ഈ സങ്കീർണമായ COVID-19 പശ്ചാത്തലത്തിലും അടിയങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങ് പരിപാലിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമറിയാതെ ഈ ലോകത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. ഈ വലിയ പ്രതിസന്ധികളിൽ നിന്നും ഓരോരുത്തരെയും വിമോചിപ്പിച്ച് പരിപൂർണമായ സമാധാനത്തിൻ്റെയും ദൈവിക കൃപയുടെ ഒരു നാളേക്കായി അടിയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾ ഓരോരുത്തരും അങ്ങ് ശക്തീകരിക്കണമേ. ഈ ആരാധനയുടെ ഓരോ നിമിഷങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് മുഖാന്തരം രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യമായി, പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസമായി, ദൈവിക കൃപയായി അങ്ങയുടെ സാന്നിധ്യം മാറണമെന്ന് യാചിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തിയും ബലവും അടിയങ്ങൾക്ക് നൽകി അങ്ങയുടെ ശക്തിയായി മുന്നോട്ട് നീങ്ങുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് യാചിക്കുന്നു. കർത്താവേ, ഈ ആരാധനയുടെ ആദ്യോടന്തം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. സകലം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി 240 ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി സ്തുതിലിത്താനി 4 പുറം 2 ഭാഗം ഉപയോഗിക്കാം. സ്തുതിലിത്താനി 4 പുറം 2 ഭാഗം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും തിരുമുമ്പിലും ബലവും ശോഭയും അവിടത്തെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. വ്യസനമുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നമുക്ക് ഒന്നിച്ച് പ്രസ്താവിക്കാം. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് നമ്മെ തന്നെ ദൈവിക സന്നിധിയിൽ സമർപ്പിച്ച് വിനയമുള്ള ഹൃദയത്തോടുകൂടെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുപോയതായ കുറ്റങ്ങളെയും കുറവുകളെയും ക്ഷമിക്കണമേ എന്നുള്ള അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവിക സന്നിധിയിൽ നിന്നും ദൈവിക വിശ്വാസത്തിൽ നിന്നും നമ്മെ അകറ്റിയതായ ചിന്തകളെ നമുക്ക് ദൈവിക സന്നിധിയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ദൈവിക സ്നേഹത്തിൽ നിന്നും നാം അകന്നുപോയി. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വഴിവിധങ്ങളെ നാം ഓർക്കാതെ ദൈവിക സന്നിധിയിൽ നിന്നും അകന്നുപോയ നിമിഷങ്ങളെ അനുതാപമുള്ള ഹൃദയത്തോടുകൂടെ നമുക്ക് ദൈവിക സന്നിധിയിലേക്ക് കടന്നു വരാം. ദേഹം ജീവനും നിൻമുൻ കാഴ്ച വച്ചേ, ദേഹം ജീവനും നിൻമുൻ കാഴ്ച വച്ചേ, ഇനി ചെയ്വേൻ നിൻ തീരുമാനം പോലെയെന്നും, ഇനി ചെയ്വേൻ നിൻ തീരുമാനം പോലെയെന്നും. സ്വന്തം നീനക്കിനി ഞാനേശുദേവാ, സ്വന്തം നീനക്കിനി ഞാനേശുദേവാ, പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ, പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ. നമ്മെ തന്നെ ദൈവിക സന്നിധി സമർപ്പിച്ച് അനുതാപ പ്രാർത്ഥനയായി ആരാധനക്രമം 11-ാം പുറത്തിലെ സങ്കീർത്തനങ്ങൾ 51 മുതൽ 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അനുതാപ പ്രാർത്ഥനയായി ഉപയോഗിക്കാം. നമുക്ക് ഒന്നിച്ച് പ്രസ്താവിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു, അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു.
അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങ് ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിനെ എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങൊഴിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും അരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ. സർവശക്തനും കരുണയുമുള്ള കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു എന്നുള്ള വിശ്വാസത്തോട് നമുക്ക് ദൈവിക സന്നിധിയിൽ സ്തോത്രം കരയേറ്റുന്നതിനായി ആരാധനക്രമം 14 ഭാഗത്തിലെ പൊതുവായ സ്തോത്രം നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങയുടെ സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിലും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായിരിക്കേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിനെ ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാസ്വനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. This morning's Bible reading is taken from the book of Genesis chapter 2 verses 18 to 25. I repeat, Genesis chapter 2 verses 18 to 25. Then the Lord God said, "It is not good for the man to live alone. I will make a suitable companion to help him." So he took some soil from the ground and formed all the animals and all the birds. Then he brought them to the man to see what he would name them. And that is how they all got their names. So the man named all the birds and all the animals, but not one of them was a suitable companion to help him. Then the Lord God made the man fall into a deep sleep. And while he was sleeping, he took out one of the man's ribs and closed up the flesh. He formed a woman out of the ribs and brought her to him. Then the man said, "At last, here is one of my kind, bone taken from my bone and flesh from my flesh. Woman is her name because she was taken out of man. That is why a man leaves his father and mother and is united with his wife, and they become one." The man and the woman were both naked, but they were not embarrassed. Here ends this morning's Bible reading. The Bible reading is taken from Hebrews chapter 13 verses 1 to 6. I repeat, Hebrews chapter 13 verses 1 to 6. Keep on loving one another as Christians. Remember to welcome strangers in your homes. There were some who did that and welcomed angels without knowing it. Remember those who are in prison as though you were in prison with them. Remember those who are suffering as though you are suffering as they are. Marriage is to be honored by all, and husbands and wives must be faithful to each other. God will judge those who are immoral and those who commit adultery. Keep your lives free from the love of money and be satisfied with what you have. For God has said, "I will never leave you, I will never abandon you." Let us be bold then and say, "The Lord is my keeper, I will not be afraid.
What can anyone do to me? Here ends this Bible reading. The third Bible reading for this morning is taken from the book of Matthew, chapter 19, verses 3 to 6. I repeat, Matthew chapter 19, verses 3 to 6. Some Pharisees came to him and tried to trap him by asking, "Does our law allow a man to divorce his wife for whatever reason he wishes?" Jesus answered, "Haven't you read the scriptures that says that in the beginning the Creator made people male and female? And God said, 'For this reason a man will leave his father and mother and unite with his wife, and the two will become one.' So they are no longer two but one. No human being must separate then what God has joined together." Here ends this morning's Bible reading. നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ചൊല്ലാം. ആരാധനക്രമം 22-ാം പുറം. ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ തലകളെ താഴ്ത്താം. യേശപ്പാ, സ്തോത്രം സ്തോത്രം പിതാവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു പിതാവേ. ഈ ചെന്നൈയിലുള്ള മലയാളം കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇതിലുള്ള അച്ഛന് വേണ്ടിയും മറ്റു ഭാരവാഹികൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ലോക്ക്ഡൗൺ മൂലം എല്ലാവരും വീടുകളിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാ കുടുംബങ്ങളും എല്ലാ വിശ്വാസികളും ഈ സമയത്ത് ദൈവത്തെ നോക്കി പാർക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. അതിശയം അത്ഭുതവും പ്രവർത്തിക്കുന്ന ദൈവൻ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ, പാടുവാൻ, സ്തുതിക്കുവാൻ, ദൈവവാർത്തകൾ കേൾക്കുവാൻ നീ കൃപ ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റുന്നതിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. അതിശയം അത്ഭുതവും പ്രവർത്തിക്കുന്ന ദേവൻ. അപ്പോൾ എല്ലാ മക്കളെയും നീ ശുദ്ധീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ പാവങ്ങൾ, കുറ്റങ്ങൾ, കുறைകളെല്ലാം ദൈവനെ ഒരു നിമിഷം ക്ഷമിച്ച് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആലയങ്ങൾ തുറക്കുവാൻ നീ കൃപ ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാവുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. വേദവാക്യത്തിൻ പ്രകാരം ദൈവത്തിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല പിതാവേ. ഞങ്ങൾ അപ്പോൾ വിശ്വാസത്തോടെ ദൈവനാമത്തിന് മഹത്വത്തിന് മുന്നോട്ട് പോകുവാൻ ഒவ்வொരു വ്യക്തിക്കും നീ കൃപ ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഒவ்வொരു കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശപ്പാ, സ്തോത്രം. അപ്പോൾ ചെന്നൈ പട്ടണത്തിൽ അപ്പോൾ ഈ ലോക്ക്ഡൗൺ മൂലം അനേകർക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു പിതാവേ. അപ്പോൾ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ലോക്ക്ഡൗൺ എല്ലാം മാറ്റുവാനും ഈ കൊറോണ വൈറസിൻ്റെ പിടിയിൽ നിന്ന് മക്കൾക്കൊരു വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മയും കൃപയും വരുമെന്ന് പറഞ്ഞ ദൈവം തന്നെ. അപ്പോൾ മക്കൾക്ക് വേണ്ടിയ ജോലി സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാ തടസ്സങ്ങളും മാറ്റും പിതാവേ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ. ഗവൺമെൻറ്റിൽ നല്ല ആലോചനകളും ദൈവനാമ മഹത്വത്തിന് അവർ ഒவ்வொരു കാര്യങ്ങളും ചെയ്യുവാനും ദൈവത്തിന് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കാതെ പോകട്ടെ പിതാവേ. എല്ലാ ക്രിസ്ത്യൻസിന് വിരോധമായി ഏതൊരു കാര്യങ്ങളും നടത്താതെ തന്നെ അപ്പോൾ എല്ലാ ദൈവനെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം പിതാവേ. എല്ലാ മക്കൾക്കും അനുകൂലമായ ഒരു സാഹചര്യം ദേശത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ സമയത്ത് അപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഓൺലൈനിൽ ദൈവനെ അവർ പഠിക്കുന്നതിനാലും അപ്പോൾ ഈ
സ്കൂളിലെയും കോളേജിലെയും അപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നതിനാലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന പിതാവേ, ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒരു എത്രയും പെട്ടെന്നൊരു വിമുക്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാ തടസ്സങ്ങളും മാറ്റും പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം അപ്പാ. നീ ഭയപ്പെടാതെ, ഞാൻ നിൻ്റെ വലത് കരം പിടിച്ച് ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവം തന്നെ. എല്ലാ കുഞ്ഞുങ്ങളുടെയും വലത് കരം പിടിച്ച് നീ വഴി നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, ദൈവനാമ മക്കൾ മൂലം മഹിമപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവത്തെ നോക്കി എല്ലാവരും പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും അപ്പ ദൈവത്തോട് കൂടുതലായി അടുക്കുവാനും ഈ സാഹചര്യങ്ങൾ അവർ ഒരുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പ എല്ലാ ഞായറാഴ്ച ദിവസവും അപ്പ ഈ ഓൺലൈൻ ആരാധന തീർന്നതിന് ശേഷവും അപ്പ എല്ലാം കുടുംബമായി പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് വേണ്ടി അപ്പ പാട്ടുകൾ പാടുവാനും അപ്പ ദൈവനാമ മഹത്വത്തിനുള്ള ഒவ்வொரு കാര്യങ്ങളും ചെയ്യുവാനും എല്ലാവർക്കും വേണ്ടി എല്ലാ സാഹചര്യങ്ങളും നീ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം അപ്പ, സ്തോത്രം. ഇന്നും ദൈവനെ അനേക മലയാളികളും മറ്റും ഇന്ത്യ ദേശത്തിലുള്ള മക്കൾ അപ്പോൾ വിദേശ നാടുകളിൽ പോയിട്ട് നാട്ടിലേക്ക് വരുവാൻ പറ്റാതെ അനേകർ കഷ്ടപ്പെടുന്ന പിതാവേ. അപ്പോൾ അവർ ജോലിയില്ലാതെ അവിടെ ശമ്പളമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. അപ്പോൾ അവരെല്ലാം നീ കാത്തു പരിപാലിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഏറ്റ സമയത്ത് തന്നെ അവർ അപ്പോൾ നാട്ടിലേക്ക് വരുവാനുള്ള എല്ലാ ദൈവനെ സാഹചര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഇന്നും പിതാവേ യേശപ്പ എല്ലാ നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ദക്ഷിണ കേരള മഹായിടവയ്ക്കായി പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാ അപ്പോൾ ദൈവനെ മറ്റുള്ള എല്ലാ ശുശ്രൂഷകളിലും ദൈവനാമം മഹിമപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ലോകമെമ്പാടും ദൈവനാമത്തെ അറിയുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ജീവനുള്ള ദൈവനെന്ന് എല്ലാവരും ആരാധിക്കുവാനും നീ കൃപ ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഞങ്ങൾ താഴ്ത്തി നമ്മളെ തരുന്നു പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം മുற்றிലുമായി മാറ്റി അപ്പോൾ എത്രയും പെട്ടെന്ന് ദൈവനെ ഈ കൊറോണ വൈറസിന് വാക്സിൻ കണ്ടുപിടിക്കുവാനും അത് എല്ലാ മക്കൾക്കും എത്തിച്ചേരുവാനും നീ കൃപ ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. അതിനുമൂലം എല്ലാ മക്കൾക്കും ഒരു മാറ്റം ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാ കാര്യങ്ങളും നമ്മുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു പിതാവേ. ഒരിക്കൽ കൂടി ഞങ്ങളെ താഴ്ത്തി തരുന്നു. ദൈവനാമം മാത്രം നമ്മൾ മൂലം മഹിമപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മൂലം ദയവായി ചെവിക്കൊള്ളണമേ നമ്മുടെ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് ഒന്നിച്ച് ഗായക സംഘത്തോടൊപ്പം ഒന്നിച്ച് ചേർന്ന് നമുക്ക് ഒരു ഗാനം ആലപിക്കാം. ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ
എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇന്ന് നമ്മുടെ മധ്യേ തിരുവചന ദൂതനായി എത്തിയിരിക്കുന്നത് CSI മലബാർ മഹായിടവകയിലെ പ്രഗത്ഭനായ ഒരു യുവ വൈദികനായിരിക്കുന്ന റവറൻറ്റ് അനീഷ് M. കുര്യൻ അച്ഛനാണ്. അച്ഛനും ഞാനും കണ്ണമൂല ഐക്യ വൈദിക സെമിനാരിയിൽ ഒരുമിച്ച് BD പഠനത്തിൽ ഏർപ്പെടുവാൻ അവസരം ലഭിച്ചു. അച്ഛനുമായിട്ടുള്ള സൗഹൃദം ഏറ്റവും അനുഗ്രഹകരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നാളുകളിൽ ബാംഗ്ലൂർ ലിംഗരാജപുരം CSI സഭയിൽ ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള സേവനമാണ് അച്ഛൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ വചനം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഈ ആരാധനയിലേക്കും ഏറ്റവും ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 22-23 വാക്യം. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാര്യനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകും. ഇവളെ നരിൽ നിന്നെടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ശാന്തവും മനോഹരമായ വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധനായ കർത്താവേ, തിരുസന്നിധിയോടും പാദപീഠത്തോടും ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ വചനത്തിൽ ചിന്തിപ്പാനും വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാനും ദൈവമായ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾക്കത് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തിക്കുന്നതായ ചിന്താവിഷയം മാരേജ്, സെലിബ്രേഷൻ ഓഫ് കവനന്റ്. വിവാഹം, ഉടമ്പടിയുടെ ആഘോഷം. ക്രിസ്തീയ വിവാഹത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കുകയാണ്. A Christian marriage as a state instituted and ordained by God for the lifelong relationship, one man as husband and one woman as wife. വിവാഹം ഉടമ്പടിയുടെ ആഘോഷം. വിവാഹം ഒരു ഉടമ്പടിയാണ്. ദൈവം സ്ഥാപിച്ച സാമൂഹിക വ്യവസ്ഥിതി രണ്ട് വ്യക്തികളുടെ, രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരലാണ് വിവാഹത്തിലൂടെ നടക്കുന്നത്. പരസ്പരം സമ്പൂർണമായ സമർപ്പണം അനിവാര്യമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉടമ്പടി.
വിവാഹമെന്ന ഉടമ്പടി ദൈവം ആദ്യം സ്ഥാപിച്ചതും ആജീവനാന്തം വിശ്വസ്തയോടും സ്നേഹത്തോടും സഹിഷ്ണുതയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി തുടരേണ്ടതുമാണ്. ക്രിസ്തീയ വിവാഹത്തിൻ്റെ ശാശ്വതമായ നിലനിൽപ്പിനും സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ക്രിസ്തുവിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ക്രിസ്തീയ വിവാഹത്തിൽ ഏർപ്പെടുന്ന ഏവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിവാഹം ദൈവത്താൽ സ്ഥാപിതമായ ഒരു വ്യവസ്ഥിതിയാണ്. ഇന്നത്തെ തിരുവചന വേദഭാഗങ്ങളിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ 2-3 ചെറിയ ചിന്തകളിലൂടെ വിവാഹം എങ്ങനെയാണ് ഉടമ്പടിയുടെ ആഘോഷമാകുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ക്രിസ്ത്യൻ മാരേജ് ഇസ് എ കവനന്റ് ഓഫ് ലവ്. ക്രിസ്തീയ വിവാഹം സ്നേഹത്തിൻ്റെ ഉടമ്പടി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളോ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിരിക്കുന്നു. യഹോവയായ ദൈവം താൻ ഉണ്ടാക്കിയതായ സ്ത്രീയെ മനുഷ്യന്റെ മുൻപിൽ, അവന്റെ ഭാര്യയിൽ നിന്ന് ഉണ്ടാക്കിയ സ്ത്രീയെ അവന്റെ മുൻപിൽ നിർത്തിയപ്പോൾ പുരുഷൻ പറയുന്നതായ ആദാം പറയുന്നതായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാവും. ഇതെന്റെ മാംസത്തിൽ നിന്ന് മാംസവും എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയുമാകും. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചു. യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴും പങ്കാളിക്ക് ഏതെങ്കിലും വിധത്തിൽ നന്മയുണ്ടാകണമെന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. മനോഭാവത്തിലും ചിന്തയിലും പങ്കാളിയെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കുവാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ മാന്യതയോടും ബഹുമാനത്തോടും കൂടി പങ്കാളിയെ വീക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നത് ക്രിസ്തു മണവാട്ടി സഭയെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ തോത്. ഈ സ്നേഹത്തിലെ കീഴ്പ്പെട്ടിരിക്കുക, വിധേയപ്പെട്ടിരിക്കുക എന്ന ആശയവും അന്തർലീനമായിട്ടുണ്ട്. ക്രൂശിലെ മരണത്തോളം ക്രിസ്തു കാണിച്ചതായ സ്നേഹം, അല്ലെങ്കിൽ ക്രൂശിലെ മരണത്തോളം ക്രിസ്തു തൻ്റെ മണവാട്ടി സഭയെ സ്നേഹിച്ച് തൻ്റെ ജീവൻ സഭയ്ക്ക് വേണ്ടി കൊടുത്തു. വിവാഹ സമയം മണവാളൻ മണവാട്ടിയെ അണിയിക്കുന്നതായ മിന്ന് ശ്രദ്ധിക്കുക. അതിൽ ക്രൂശിന്റെ അടയാളം മുദ്രണം ചെയ്തിട്ടുണ്ട്. ക്രൂശിൽ യേശു വെളിപ്പെടുത്തിയതായ സ്നേഹത്തെ നിരന്തരമായിട്ട് ഓർപ്പിക്കുന്നതാണ്. ചൂഷണത്തിനോ സ്വാർത്ഥതയ്ക്കോ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ സ്ഥാനമില്ല. പങ്കാളിക്ക് വേണ്ടിയുള്ള പരിത്യജിക്കലാണ്, അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടിയുള്ള പരിത്യജിക്കുന്ന സ്നേഹമാണ് ഇതിൻ്റെ നിദാനം. സ്നേഹിക്കുന്നതിന് വേണ്ടി അവസാന തുള്ളി വരെ പ്രദാനം ചെയ്യുന്നതായ ദൈവസ്നേഹത്തിൻ്റെ അഗപ്പയുടെ പ്രതിഫലനമാണ് ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ പാരമ്യമായിട്ട് കരുതപ്പെടുന്നത്. തൻ്റെ മണവാട്ടി സഭയോട് ക്രിസ്തു സ്ത്രീ കാണിച്ചതായ ത്യാഗനിർഭരമായ സ്നേഹമാണ് ക്രൈസ്തവ വധൂവരന്മാർക്ക് മാതൃകയായിട്ടുള്ളത്. സെയിന്റ് ജോൺ ക്രിസോസ്റ്റം വിവാഹത്തെ സ്നേഹത്തിൻ്റെ ഉദാശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യ പിതാവായ ആദാം ചൊല്ലിയതായ ആദ്യ സ്നേഹഗാനം ഇതാണ്: ദ ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. ആദാമിന്റെ സ്നേഹഗാനം അവയോടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പ് വെളിവാക്കുന്നതാണ്. ക്രിസ്തീയ വിവാഹം അറ്റുപോകാത്ത സ്നേഹത്തിന്റെ അടയാളമാണ്. വിവാഹബന്ധത്തിൽ സ്നേഹത്തിന് സൗഖ്യദായകമായ ശക്തിയുണ്ട്. സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ഇവിടെ ആവശ്യം. സഭയിൽ നിന്ന് ഒന്നും അവകാശപ്പെടാനില്ലാത്തപ്പോഴായിരുന്നു ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. ജീവിത പങ്കാളിയെ തനതായ അഭിരുചികളോടും ശീലങ്ങളോടും ആദരിക്കുവാനും അഭിനന്ദിക്കുവാനും കഴിയുമ്പോഴാണ് അറ്റുപോകാത്ത സ്നേഹം യാഥാർത്ഥ്യമാകുന്നത്. പങ്കാളിയെ തന്നെ പോലെ ആക്കുകയല്ല, മറിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായി അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥമായ സ്നേഹം പുറത്തു വരുന്നത്. ഈ സ്നേഹം എല്ലാം പൊറുക്കുകയും എല്ലാം സഹിക്കുകയും ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും സ്വാർത്ഥത കാണിക്കാതെയും നിഗളിക്കാതെയും ചീർക്കാതെയും വഹിക്കുകയും ചെയ്യുന്നതായ സ്നേഹമാണ് എന്ന്
കൊരിന്ത്യ ലേഖനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യൻ മാരേജ് ഇസ് എ കവനന്റ് ഓഫ് ലവ്. ഒന്നാമതായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത് ക്രിസ്തീയ വിവാഹം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഉടമ്പടിയാണ്. രണ്ടാമതായിട്ട് ക്രിസ്ത്യൻ മാരേജ് ഇസ് എ കവനന്റ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്. ക്രിസ്തീയ വിവാഹം എന്നത് വിശ്വസ്തതയുടെ ഉടമ്പടിയാണ്. ഇന്ന് നാം രണ്ടാം പാഠമായിട്ട് വായിച്ചു കേട്ട എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന്. പരസ്പരം സ്നേഹിക്കുന്നതിനും കുഞ്ഞുങ്ങളെ ദൈവനാമ മഹത്വത്തിനായിട്ട് വളർത്തി വലുതാക്കുന്നതിനും ആവശ്യമായ ദൈവിക പ്രസാദം പ്രദാനം ചെയ്യുന്നതുമായ ക്രിസ്തീയ വിവാഹം നിരുപാധികമായ ഒരു ഉടമ്പടിയും അതോടൊപ്പം ഈ ഉടമ്പടിയെ അരക്കിട്ടുറപ്പിക്കുന്നത് ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും വിശ്വസ്തതയുമാണ്. കാരണം ഈ ഉടമ്പടി ബന്ധം ദൈവ സാന്നിധ്യത്തിലാണ് ഉടലെടുക്കുന്നത്. ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വസ്തത കുടുംബജീവിതത്തിൽ വളരെ പ്രാധാന്യമാണ്. പങ്കാളിക്കപ്പുറത്തായിട്ടുള്ള ആകർഷണം പ്രലോഭന രൂപത്തിൽ വരുമ്പോൾ അവയെ ചെറുത്തു നിൽക്കുവാനായിട്ട് കരുത്ത് നൽകുന്നത് പങ്കാളിയോടുള്ള നമ്മുടെ വിശ്വസ്തതയാണ്. ജെയിംസ് എച്ച് ഓൽത്യാസിന്റെ അഭിപ്രായത്തിൽ വിവാഹം മരണം വരെ തുടരുന്നതായ വിശ്വസ്തത ബന്ധമാണെന്ന് ഓർമ്മിക്കുന്നു. പങ്കാളിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന അനുഭവമാണ് വിശ്വസ്തതയിൽ കാണുന്നത്. വിവാഹ ജീവിതത്തിലെ ഏക ശരീര ബന്ധത്തിൽ വിശ്വസ്തത അവിഭാജ്യ ഘടകമാണ്. കുടുംബ ഭദ്രതയ്ക്ക് വിശ്വസ്തതയും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പവും ആവശ്യമാണ്. അതിൽ ഇന്റിമസി എന്നത്, അടുപ്പം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമോഷണൽ, ഫിസിക്കൽ, സെക്ഷൽ ആൻഡ് സ്പിരിച്വൽ ഇന്റിമസി കുടുംബജീവിതത്തിൽ ആവശ്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗിക കാര്യത്തിലുള്ള വിശ്വസ്തത. പുരുഷന്റെ സാധ്യതകൾ സ്ത്രീയുടെ പരിമിതികൾ നികത്തുകയും സ്ത്രീയുടെ സാധ്യതകൾ പുരുഷന്റെ പരിമിതികൾ നികത്തുകയും ചെയ്യുന്നു. ഈ അനുഭവമാണ് വൈവാഹിക ജീവിതത്തിലെ പാരിസ്ഥിതികതയിൽ അന്തർലീനമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാരേജ് ഇസ് എ കവനന്റ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്, പരസ്പരമുള്ള വിശ്വസ്തതയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. മൂന്നാമതായിട്ട് മാരേജ് ഇസ് ആൻ ഇറ്റേണൽ കവനന്റ്. വിവാഹം എന്ന് പറയുന്നത് നിത്യമായ ഉടമ്പടി. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വേദഭാഗത്ത് നിത്യമായ ഉടമ്പടിയുടെ ബന്ധമായിട്ടാണ് വിവാഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഭാര്യയും ഭർത്താവും വേർപിരിയുവാനായിട്ട് പാടില്ല. വിവാഹം ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായതായ കാര്യമാണ്. അതിനാൽ ഒരു വിവാഹവും തകരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. പരീശന്മാർ ഭാര്യയെ ഉപേക്ഷിക്കുന്നതിന് യേശു കർത്താവിനോട് വിഹിതമാണോ എന്ന് ചോദിക്കുമ്പോൾ പഴയ നിയമം മുതൽ ദൈവത്തിന്റെ കുടുംബജീവിതത്തെ പറ്റി നൽകിയിരിക്കുന്നതായ കൽപ്പനകളെ ഉദ്ധരിച്ചുകൊണ്ട് യേശു കർത്താവ് അവിടെ മറുപടി നൽകിയാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുന്നു. 19-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. പുരുഷന്റെ ഹൃദയാടികൾ നിമിത്തം ഭാര്യ ഉപേക്ഷിക്കുവാനുള്ള നിയമങ്ങളുണ്ടായി. എന്നാൽ ക്രിസ്തു ഇവിടെ ദൈവത്തിന്റെ നിയമത്തിലേക്ക് വരുവാനുള്ള ആഹ്വാനത്തെ നൽകുകയാണ്. അന്യോന്യം കീഴ്പ്പെടണമെന്നാണ് പൗലോസ് പറയുന്നത്. ഈ കീഴ്പ്പെടൽ ഉണ്ടാകുന്നത്, ഭാര്യയും ഭർത്താവും അന്യോന്യം കീഴ്പ്പെടുന്നത് പരസ്പര ആശ്രിതത്വത്തിലാണ്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ആശ്രയിക്കുന്നതായ മനോഭാവം ഉണ്ടാകുന്നു. ദൈവിക പദ്ധതി പ്രകാരം ഒരു പുരുഷനും ഒരു സ്ത്രീയും വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർ അപ്രകാരം യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമാണ് തങ്ങളെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. അന്യോന്യം കരുതുവാനും സ്നേഹിക്കുവാനും മരണം വരെ നിലനിൽക്കുന്നതായ ബന്ധമായിട്ട് അന്യോന്യം പ്രോത്സാഹിപ്പിക്കുകയും നിബന്ധന കൂടാതെ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നതും ദൃഢമായ ബന്ധങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പലപ്പോഴും ജഡീക താല്പര്യങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി രണ്ടുപേർ ചേർന്ന് സൃഷ്ടിക്കുന്നതായ ഒരു മാനുഷിക ബന്ധമല്ല കുടുംബജീവിതമെന്ന്, മറിച്ച് ദൈവം കൂടി ഉൾപ്പെടുന്നതായ ദൈവിക ബന്ധത്തിൽ നമ്മുടെ ജഡീക ആവശ്യങ്ങൾ കൂടി നിറവേറ്റപ്പെടുന്നതാണ് കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ നാം ചിന്തിച്ചത്. ഒന്നാമതായിട്ട് മാരേജ് ഇസ് എ കവനന്റ് ഓഫ് ലവ്. വിവാഹം എന്ന് പറയുന്നത്
സ്നേഹത്തിൻ്റെ ഒരു ഉടമ്പടി. രണ്ടാമതായിട്ട് മാരേജ് ഇസ് എ കവനന്റ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്. വിവാഹം എന്ന് പറയുന്നത് വിശ്വസ്തതയുടെ ഉടമ്പടി. മൂന്നാമതായിട്ട് മാരേജ് ഇസ് എ ഇറ്റേണൽ കവനന്റ്. നിത്യമായ ഉടമ്പടിയാണ്, ജീവിതത്തിൻ്റെ അന്ത്യത്തോളം തുടരേണ്ടത്. വിവാഹബന്ധം ആജീവനാന്ത ബന്ധമാണ്. അതുകൊണ്ട് വിള്ളലുകൾ കുടുംബജീവിതത്തിൽ സംഭവിച്ചാൽ അതിനെ മുളയിലെ നുള്ളിക്കളയുവാനായിട്ട് സാധിക്കണം. വിവാഹബന്ധം ദൈവിക സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. നിബന്ധനയ്ക്ക് വിധേയമായിട്ട് സ്നേഹിക്കുന്നതായ മനോഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട് ത്യാഗോജ്ജലമായ സ്നേഹത്തിൽ ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്ന വിശ്വാസത്തോടും പ്രത്യാശയോടും ജീവിപ്പാൻ, ഉത്തമമായ കുടുംബജീവിതം നയിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വിവാഹമെന്ന വിശുദ്ധ അവസ്ഥയെ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരെയും കുടുംബജീവിതങ്ങളിലെ കർത്താവ് നൽകിയതിനായിട്ട് സ്തോത്രം. അന്യോന്യം സ്നേഹിക്കുവാനും കരുതുവാനും വിശ്വസ്ത പങ്കാളികളായിട്ട് നിലനിൽപ്പാനും മരണം വരെ വിശ്വസ്തതയിൽ നിലനിൽപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. വചനം കേട്ട ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ദൈവസ്നേഹത്തിൽ നിലനിർത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, സർവ്വബഹുമാനവും കാലാവസ്ഥായിരിക്കട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം, പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ ഉറവുകളായി മാറുവാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, സ്നേഹത്തിലും പങ്കുവയ്ക്കലിലും കൂട്ടായ്മ ബന്ധത്തിലും കുടുംബജീവിതം ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, നിത്യമായ ഉടമ്പടിയായി നിലനിൽക്കുവാൻ അടിയങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ ഞങ്ങളെ സഹായിക്കണം. കേൾപ്പിച്ച വചനത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വചനപ്രകാരം ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ. ക്രിസ്തയേശു മുഖാന്തരം പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം വിശ്വാസത്തോടും പ്രത്യാശയോടും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിപ്പിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും നമ്മുടെ കുടുംബജീവിതങ്ങളോടും ഇന്ന് വന്നേക്കും സദാകാലത്തോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.